ओम भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। नमो विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामी नामिने। नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखं वन्दे वाल्मीकिकोकिलम्। वाल्मीकि मुनिसिंहस्य कवितां वनचारिणां शृण्वन् रामकथानादं को न याति परां गतिम्। ഹരേ കൃഷ്ണ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് കഴിഞ്ഞ സെക്ഷനിൽ നമ്മള് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആവിർഭാവത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് അവലോകനം ചെയ്യേണ്ടായി. എങ്ങനെ വാൽമീകി മഹർഷിയുടെ നാവിൽ നിന്നും എങ്ങനെയാണ് ആ ശാപം, മാനുഷാദ ശാപം വന്നത് നമ്മൾ തീർക്കേണ്ടായി. അപ്പോ ഇതിനെല്ലാം അപ്പോ എങ്ങനെയാണ് രാമായണം തുടങ്ങുക എന്ന് ചോദിക്കുകയാണെങ്കിൽ, രാമായണം എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്ന വാൽമീകി മഹർഷി സ്റ്റാർട്ട് ചെയ്യുന്നത് നാരദ മുനിയുമായിട്ടുള്ള സംവാദത്തിലാണ്. അപ്പോ നാരദമുനി നമ്മൾ അതും പറഞ്ഞു. നാരദമുനിയോട് ചോദിക്കുക, ആര്? വാൽമീകി ചോദിക്കുക, ആരാണ് ശരിക്കും ഈ കോ അസ്മിൻ സാമ്പ്രതാം ലോകേ ഗുണവാൻ കശ്യ വീര്യവാൻ ധർമ്മജ്ഞശ്യ കൃതജ്ഞശ്യ സത്യവാക്യോ ദൃഢവ്രത. ഇപ്പോൾ ഉള്ള ഈ സമയത്ത് ആരാണ് ഏറ്റവും ബെസ്റ്റ്? കോൻ അസ്മിൻ സാമ്പ്രതാം ലോകേ എന്ന് പറയാം. കോൻ അസ്മിൻ സാമ്പ്രതാം ലോകേ, ഇപ്പോ ഈ സമയത്ത്. അപ്പോ അങ്ങനെ എന്നിട്ട് അത് മാത്രമല്ല, ആക്ച്വലി കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ആരാണ് എല്ലാ ജീവജാലങ്ങളുടെയും വെൽഫെയറിൽ ആഗ്രഹിക്കുന്നത്? ഹു ഈസ് കേപ്പബിൾ? ആരാണ് വിദ്വാൻ? ആരാണ് സമർത്ഥൻ? ആരാണ് ഏകപ്രിയദർശന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ ചോദിക്കുക, ആത്മവാൻ ആരാണ്? ആത്മവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സെൽഫ് കമ്പോസ്ഡ്, ജിതക്രോധ, തന്റെ ക്രോധങ്ങളെയും കാമങ്ങളെല്ലാം ജയിച്ചവനാണ്. ദ്യുതിമാൻ എന്ന് പറഞ്ഞാൽ കാന്തിയുള്ള. അനസൂയക എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത. പിന്നെ ആരാണ്? കസ്യ എന്താണ്? സംയുഗേ, ഇവൻ ദേവന്മാർക്ക് പോലും അദ്ദേഹവുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഭയം വരുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഈ ഗുണങ്ങളെ പറ്റി ഞാനിപ്പോ അങ്ങോട്ട് ചോദിച്ചു. ഏതത്തഹം ശ്രോതും ഇച്ഛാമി. വാൽമീകി പറയുന്നത്, എനിക്ക് കേൾക്കണം അങ്ങയുടെ. എനിക്ക് എന്റെ ഈഗർനെസ് ഭയങ്കര കൂടുതലാ. കൗതൂഹലം പരമം ഹി എന്നാ പറയുന്നത്. ആര് പറഞ്ഞു? വാൽമീകി മഹർഷി പറയുന്നത്. ഇങ്ങനെയുള്ള വ്യക്തിയെ പറ്റി കേൾക്കാനായിട്ട് എന്റെ ഈഗർനെസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നാരദ മഹർഷി, അങ്ങക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങയിൽ നിന്നും ഇത് കേൾക്കുവാൻ ആഗ്രഹിക്കും. ഇതാണ് ചോദിച്ചത്. അപ്പോ ഇതിന്റെ ഉത്തരമായിട്ട് വാൽമീകി മഹർഷിയോട് നാരദമുനി പറയുന്നത്, ഇക്ഷ്വാകു കുലവംശജനായ രാമനാമത്തില് നീ കേട്ടിട്ടുണ്ട്, അദ്ദേഹമാണ് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളുടെയും ആധാരമൂർത്തി. ജനൈശ്രുത നിയതാത്മ,
അദ്ദേഹം മഹാവീര്യനാണ്, അദ്ദേഹം ദ്യുതിമാനാണ്, അദ്ദേഹം ധൃതിമാനാണ്, അദ്ദേഹം എല്ലാം കൺട്രോൾ ചെയ്തിരിക്കുന്നതാണ്. ഉപനിഷത്തുകളിലൂടെയൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ്, ആരെയാണ് നമ്മൾ ഫൈനലി ആയിട്ട് നമ്മൾ ആരാധിക്കേണ്ടത്? അദ്ദേഹം വാഗ്മിയാണ്, ബുദ്ധിമാനാണ്, ശ്രീമാനാണ്, മഹാബാഹു. അപ്പോ ബ്രഹ്മതത്വം എന്താണെന്ന് നമ്മൾ അയക്കുന്നത്, ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന് പേഴ്സണൽ ഫോം വരുമ്പോൾ അദ്ദേഹത്തിന് കൈകള് ഭയങ്കര നീളമുള്ളതായിരിക്കും, കൈകൾ മുട്ടുവരെ വരും. ഇപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കൈകള് സാമുദ്രിക ലക്ഷണം എന്ന് പറഞ്ഞ ശാസ്ത്രമുണ്ട്. സാമുദ്രിക ലക്ഷണ ശാസ്ത്രം പ്രകാരം ബ്രഹ്മന്റെ ചെവി വെക്കുന്ന സാധനം ഇപ്പൊ ബ്രഹ്മത്തിന്റെ സ്വരൂപം അദ്ദേഹം സാമുദ്രിക ശാസ്ത്രം പ്രകാരം പറയുന്നത് അജാനുലംബിതം എന്നായിരിക്കും. ഇപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി കൂടാതെ നമുക്കറിയാം അജാനുലംബമൂർത്തിയായ വേറെ ആൾക്കാരല്ലേ. അജാനുലംബിത ഭുജോ കനകാവധാതോ സങ്കീർത്തനൈകപിതരോ കമലായാതാക്ഷം. നമ്മള് ഗൗരനിത്തായെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നിതായ് ഗൗരംഗ അല്ലെ, അദ്ദേഹത്തിന്റെ അവരുടെ കൈകൾ എങ്ങനെ അജാനുലംബിത ഭുജോ. അപ്പോ ഇത് ആരെങ്കിലും ബ്രോഡ് ചെസ്റ്റഡ്, വലിയ ഷോൾഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ കഴുത്തില് ശംഖിന്റെ പോലത്തെ 3 പാടുകൾ ഉണ്ട്, കൈകൾക്ക് വളരെയധികം നീളമുണ്ട്, മുട്ടുവരെ നിൽക്കുന്ന, സ്പെഷ്യൽ. അവര് സാധാരണ വ്യക്തികളല്ല. അപ്പോ അദ്ദേഹം ധർമ്മജ്ഞനാണ്, സത്യസന്ധനാണ്, ധർമ്മജ്ഞനാണ്, സത്യസന്ധനാണ്, പ്രജകളുടെ അവരുടെ എല്ലാം ഹിതങ്ങള് കാക്ഷിക്കുന്ന വ്യക്തിയാണ്. അപ്പോ ഇങ്ങനെ വാൽമീകി മഹർഷിയെ നാരദമുനി പറഞ്ഞു കൊടുക്കുകയാണ് ഈ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഗുണങ്ങൾ. അദ്ദേഹം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടാവും, ഇത്രത്തോളം ഗുണമുള്ള വ്യക്തികൾ, ഇത്രത്തോളം മഹാനായ ഒരു വ്യക്തിനെ നമുക്കെല്ലാം ആശ്രയിക്കാൻ പറ്റും. ഇപ്പോ കുറെ ഗുണങ്ങളുള്ള വ്യക്തിയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ എവിടെ ഇരിക്കുന്നു, അദ്ദേഹം എവിടെ ഇരിക്കുന്നു. ഒരു ഉന്നത പദവിയിൽ ഇരിക്കുന്ന വളരെയധികം ഗുണങ്ങളുള്ള വ്യക്തിയെ കാണാൻ പോലും പറ്റില്ല. എങ്ങനെയാ പിന്നെ ഇതെല്ലാം ഉണ്ടായിട്ട് എന്താ ഗുണം? നമുക്ക് ആശ്രയിക്കാൻ പറ്റും. നാരദമുനി പറയണം, ഓൾവേസ് ആക്സസിബിൾ, സർവദാ അഭിഗത എന്നാണ്. എങ്ങനെയാണ്, എപ്രകാരമാണോ ഒരു സമുദ്രത്തിന് നമുക്ക് ഒരു ഓഷ്യൻ ഓഫ് മറ്റേ റിവേഴ്സ് അല്ലെങ്കിൽ ഓഷ്യൻ നമുക്ക് എപ്പോഴും നമുക്ക് ആശ്രയിക്കാൻ പറ്റും, അതേപോലെ ഭഗവാനെ നമുക്ക് എല്ലാവർക്കും ആശ്രയിക്കാൻ പറ്റും. അപ്പോ പക്ഷെ ആശ്രയിക്കുന്നവനെങ്കിൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ചില ഗുണവും വേണം. ഓക്കെ, അയാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കണം അല്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിൽ ജനിക്കണം അങ്ങനെയൊന്നുമില്ല. ഏത് കാസ്റ്റ് ആൻഡ് ക്രീഡും ആയിക്കോട്ടെ, എവിടെ ജനിച്ചവനായാലും കുഴപ്പമില്ല. ഇനി ഗുഹനെ പോലെ ഒരു എന്താ പറയണ, ഒരു കാട്ടിലെ ഒരു എന്താ പറയണ തോണിക്കാരനായിക്കോട്ടെ. ഗുഹന് എന്തായിരുന്നു ഗുണം? അവൻ സാധാ ഒരു എന്താണ് കാട്ടു ജാതിയിൽ ജനിച്ചവനാണ്. അതേപോലെ ശ്രീരാമചന്ദ്രമൂർത്തിയെ എന്താണ് തോണിയിൽ ഏറ്റിക്കൊണ്ടുപോയ ആ ഭക്തൻ, അദ്ദേഹവും അദ്ദേഹം ശൂദ്രനും താഴെയാണ്, അല്ലെങ്കിൽ ശബരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജാപാലി ആയിക്കോട്ടെ, ഇവരെല്ലാവർക്കും, അല്ലെങ്കിൽ ഇനി മനുഷ്യൻ തന്നെ ആവണമെന്നില്ല, ശ്രീരാമചന്ദ്രമൂർത്തിനെ ആശ്രയിക്കാനായിട്ട് ഇനി മനുഷ്യർക്ക് മാത്രമല്ല, ഇനി മൃഗങ്ങളായിക്കോട്ടെ അവർക്കും ആശ്രയിക്കാം.
ആരാണ് മൃഗം ആശ്രയിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മൃഗമായിട്ട് ആശ്രയിച്ചത് ആരാണ് ഭഗവാനെ? അനിമൽസ്, ബേർഡ്സ്, ആർക്ക് പറയാം? ഓക്കെ, ഗജേന്ദ്രൻ. ഓക്കെ, സ്പെസിഫിക്കലി രാമായണത്തിൽ ആരാണ് ആശ്രയിച്ചത്? മങ്കി. ജടായു. എല്ലാ വാനരന്മാര്. അതെ, ജടായു, വ്രജനാഥ് സൈസ്. അപ്പൊ ഇവരെല്ലാവർക്കും ആശ്രയം. സോ അതും അതിന്റെ അർത്ഥം എന്താണ്? ഹി ഈസ് നോട്ട് ലിമിറ്റഡ്. ആർക്കായാലും ആശ്രയിക്കാൻ പറ്റും. പക്ഷെ ഒറ്റ ഒരു കാര്യം വേണം. എന്താണ്? അവർക്കെല്ലാം ശുദ്ധമായിട്ടുള്ള ഹൃദയം വേണം. ഇനി ശുദ്ധമായിട്ടുള്ള ഹൃദയം ഇല്ലെങ്കിലും അവർക്കെല്ലാം ഭഗവാന്റെ നാമത്തിനെ ആശ്രയിക്കും. അപ്പൊ വാൽമീകിയെ നോക്കിയേ. വാൽമീകി അദ്ദേഹത്തിന്റെ ഈ മഹർഷി ആകുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ആരായിട്ടായിരുന്നു? വഴിയെ പോകുന്നവരുടെ പിടിച്ചു പറിച്ചെടുക്കുന്ന ഒരു ട്രൈബൽ, ഒരു കാട്ടിലെ കാട്ടാളന്മാരുടെ സംഘത്തിലുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശ്രീരാമചന്ദ്രമൂർത്തിനെ ആശ്രയിക്കാൻ പറ്റി. എങ്ങനെ ആശ്രയിച്ചു? ഭഗവാന്റെ നാമത്തിലൂടെ. അപ്പൊ ഭഗവാന്റെ നാമത്തിലൂടെ ആശ്രയിച്ചത് കൊണ്ട് അദ്ദേഹം രാമായണം തന്നെ എഴുതാൻ പറ്റിയത്. അല്ലെ? അപ്പോ ഭഗവാനെ ആശ്രയിക്കാനായിട്ട് ഭഗവാന്റെ നാമത്തിലൂടെയും ആശ്രയിക്കും. അപ്പോ ആ കൗസല്യപുത്രനായ ദശരഥസൂതനായ അല്ലെങ്കിൽ സീതാപതി, ഇദ്ദേഹം എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയസ്ഥാനമാണ്. അപ്പോ ബാലകാണ്ഡത്തില് അല്ലെങ്കിൽ എന്താ പറയണ, വളരെ ചെറിയ ഒരു കാണ്ഡമാണ് ബാലകാണ്ഡം. അതില് ഓക്കെ, നമ്മൾ വരുന്ന വഴി നമ്മൾ കാണും. അപ്പോ അദ്ദേഹം എന്തെല്ലാം ചെയ്തു, എന്നിട്ട് അദ്ദേഹത്തിന് ചെയ്ത കാര്യങ്ങള് നാരദമുനി സംക്ഷിപ്തമായിട്ട് വളരെ ചെറിയ രീതിയിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കും. ആർക്ക് പറഞ്ഞു കൊടുക്കും? വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ വാൽമീകി മഹർഷി ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഋഷിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പക്ഷെ തനിക്കൊരു സംശയം വന്നു. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തിന് സംശയം വന്നു. അപ്പൊ ആ സംശയ ദൂരീകരണത്തിനാണ് അദ്ദേഹം നാരദ മഹർഷിയോട് ഇപ്രകാരം ചോദിച്ചത്. എന്തുകൊണ്ടാണ് സംശയം വന്നത്? ഇത്രയെല്ലാം ഗുണങ്ങളുള്ള വ്യക്തി എങ്ങനെയാണ് തന്റെ പത്നിയെ പരിത്യജിക്കുന്നത്? അതും എങ്ങനെയുള്ള പത്നിയാണ്? എപ്രകാരമുള്ള പത്നിയാണ്? ഭഗവാന്റെ ഐശ്വര്യ ലക്ഷ്മി ആയിട്ടുള്ള പത്നി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തി അത് ശരിക്കും ശ്രീരാമചന്ദ്രമൂർത്തി ആണോ എന്നുള്ളത് സംശയമാണ്. അപ്പോ ആൾക്കാര് സംശയം വരുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? അവര്
ആധ്യാത്മികമായിട്ട് ഉന്നതി നേടിയ വ്യക്തികളുടെ അടുത്ത് അവര് ചോദ്യങ്ങൾ ചോദിക്കണം. അല്ലാതെ അവര് സൈഡ് പിടിക്കുകയല്ല ചെയ്യേണ്ട. അവര് പറയരുത്, ഓ ശ്രീരാമചന്ദ്രനല്ല എന്റെ ഹീറോ രാവണനാണ് എന്ന് പറയാൻ പാടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എന്താണ് സത്യമെന്ന് അറിയില്ല. സത്യം ശരിക്കും ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് നമ്മൾ പഠിക്കണം. അല്ലാതെ നമ്മൾ സ്പെക്കുലേഷൻ നടത്താൻ പറ്റത്തില്ല. ഇപ്പൊ ധർമ്മശാസ്ത്രങ്ങളാണെങ്കിലും ഗ്രന്ഥങ്ങളാണെങ്കിലും അതില് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് അപ്രകാരം സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രേഷ്ഠരായ വ്യക്തികളുടെ അടുത്ത് നിന്നിട്ട് വിനയാന്വിതരായിട്ട് നമ്മൾ പഠിക്കണം, ആചാര്യന്മാരുടെ അടുത്ത്. അപ്പോ അപ്രകാരം അങ്ങനെ പഠിക്കുന്നതിലൂടെ നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നേരിട്ട് നമുക്ക് രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഏത് ഗ്രന്ഥമാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഗുരു നമുക്ക് ആവശ്യം. അപ്പൊ വാൽമീകി മഹർഷി പോലും അദ്ദേഹം ആരുടെ അടുത്ത് നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്? അദ്ദേഹം നാരദ മഹർഷിയാണ്. അപ്പോ നാരദ മഹർഷി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വാൽമീകി മഹർഷിയെ വിട പറയും. അപ്പോ വിട പറയുന്നതിന് ശേഷമാണ് ഇദ്ദേഹം ആ പക്ഷികളെ കാണുന്നതും എന്താ പറയണം, വൃക്ഷത്തെ കാണുന്നതും. ഇതെല്ലാം സംഭവിക്കുന്നത് നാരദ മഹർഷി വിട കൊണ്ടതിന് ശേഷമാണ്. അപ്പോ ഈ ശാപങ്ങളൊക്കെ ഉരുവിട്ടതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോ ആ വൃക്ഷവും അവിടെയില്ല, പക്ഷികളും അവിടെയില്ല, വേടനും അവിടെയില്ല. അതെല്ലാം അപ്രത്യക്ഷമായി. അപ്പോ വാൽമീകി മഹർഷിക്ക് അപ്പോഴും സംശയമായി, ഇതെങ്ങനെ സംഭവിച്ചു? ആ വൃക്ഷം അവിടെ ഉണ്ടായിരുന്നല്ലോ, വൃക്ഷവും മാറിയത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് ബ്രഹ്മദേവൻ എത്തുന്നത്. അപ്പൊ ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിയെ പറയും എപ്രകാരമാണ് അത് അദ്ദേഹത്തിന്റെ തന്നെ നിയോഗമായിരുന്നു, അല്ലെ? ഈ നടന്ന ഈ ഒരു ലീലയായിരുന്നു വാൽമീകി മഹർഷിയുടെ. ഇപ്രകാരമുള്ള ആ പക്ഷിയെ ഒരു വേടൻ കൊല്ലുന്നതും ഇതെല്ലാം ഒരു ഡ്രാമയായിരുന്നു. അപ്പോ ബ്രഹ്മദേവന്റെ ഉപദേശം അനുസരിച്ച് വാൽമീകി മഹർഷി വീണ്ടും അദ്ദേഹം ധ്യാനനിരതനായി, സമാധിയിലാണ്. ഇപ്പൊ രാമായണത്തിന്റെ ആ ഒരു എസൻസ് ബ്രഹ്മദേവൻ വാൽമീകി മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. അപ്പോ അദ്ദേഹം അതിനുശേഷം ശ്രീരാമചന്ദ്രമൂർത്തിയിൽ ധ്യാനനിരതനായി. അപ്പോ ഇപ്രകാരം ധ്യാനനിരതനായി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് എല്ലാം വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിലായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായി. ഓരോ വ്യക്തിയുടെ മനസ്സിൽ നടക്കുന്നതും, ശ്രീരാമചന്ദ്രമൂർത്തിയുടെ, ലക്ഷ്മണന്റെ, സീതാദേവിയുടെ, ദശരഥൻ, അദ്ദേഹത്തിന്റെ ഭാര്യമാര്, അയോധ്യയിലെ എല്ലാ ജനങ്ങളുടെയും ഈവൻ അവരുടെ ചിന്തകള്, അവരുടെ എന്താ പറയണം, അവരുടെ ചിരി, അവരുടെ കാര്യങ്ങൾ, ഇതെല്ലാം ആർക്ക് മനസ്സിലായി? വാൽമീകി മഹർഷിക്ക് മനസ്സിലായി. അങ്ങനെ എല്ലാം അദ്ദേഹം ദർശിച്ചു. ആര്? ഒരിക്കൽ അദ്ദേഹം സ്ട്രേറ്റ് അത് വീണ്ടും ദർശിച്ചു. എങ്ങനെ ശ്രീരാമചന്ദ്രമൂർത്തി കാട്ടിൽ പോയി, എവിടെയെല്ലാം പോയി, എങ്ങനെയെല്ലാം ഇത് കാണാൻ പറ്റി? അപ്പോ രാമായണത്തിൽ പറയണം, ഇതെല്ലാം വാൽമീകി മഹർഷിക്ക് മനസ്സിലായി എപ്രകാരമാണ്
ഒരു അമലാക്കം എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഫലം, അമലാക്ക ഫലം. അമലാക ഫലം നമ്മുടെ കരത്തില്, നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അമലാക ഫലം മുഴുവനും കാണാൻ പറ്റും അല്ലെ, അതിന്റെ ഫുൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിയുടെയും അവിടെയുള്ള ജനങ്ങളുടെയും എല്ലാവരുടെയും, ദശരഥന്റെയും അവരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അദ്ദേഹത്തിന് ധ്യാന നിരതനായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റും. അപ്പോ വാൽമീകി മഹർഷി എഴുതിയിരിക്കുന്നത് ഈസ് ബേസ്ഡ് ഓൺ ട്രൂ ഇൻഫർമേഷൻ. അപ്പോ ജന്മം മുതൽ അദ്ദേഹത്തിന് ഏറ്റവും അവസാനം നടന്ന ലീല വരെ അദ്ദേഹത്തിന് സീതാദേവിയുമായിട്ട് തിരിച്ച് എന്താണ് സീതാദേവിയായിട്ട് തിരിച്ചു വന്നതിന് ശേഷം സീതാദേവിയെ കാട്ടിലേക്ക് അയച്ചതെല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റും. അവരുടെ വിവാഹം, ഓരോ വ്യക്തിയും ആ സമയത്ത് ചിന്തിച്ചത്, പിന്നെ ഭരതൻ ഭഗവാന്റെ പാദകങ്ങൾ വെച്ചത്, രാവണനെ വധിച്ചത്, ശൂർപ്പണഖയെ കൊന്നത്, ഖരദൂഷന്മാരെ വധിച്ചത്, ഇങ്ങനെയാണ് ശ്രീരാമചന്ദ്രമൂർത്തി സുഗ്രീവനെ കണ്ടത്, ഇനി ഹനുമാൻ എങ്ങനെ ലങ്കയിലേക്ക് എത്തി, മൈനാകത്തിനെ കണ്ടത്, സിംഹികേനെ കണ്ടത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് കാണാൻ പറ്റും. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം ഈ ലവകുശന്മാരെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലവകുശന്മാര് ഇത് പഠിപ്പിച്ചു കൊടുത്തെങ്കിലും ലവകുശന്മാർക്ക് അറിയില്ലായിരുന്നു ഈ പറയുന്ന രാമൻ തന്റെ പിതാവാണെന്ന വസ്തുത അവർക്കറിയില്ലായിരുന്നു. സീതയാണ് തങ്ങളുടെ അമ്മ എന്നുള്ളതും ലവകുശന്മാർക്ക് അറിയില്ല. പക്ഷെ അവരും ഈ രാമായണത്തിൽ അവർക്ക് വളരെയധികം താല്പര്യം തോന്നി. അവരെല്ലായിടത്തും ചെന്നിട്ട് ഒരു ഈ രാമായണം ചൊല്ലും. അപ്പൊ രാമായണം ചൊല്ലുമ്പോ ആൾക്കാരെല്ലാരും ഈ രാമായണത്തിൽ വളരെയധികം അവര് അട്രാക്റ്റഡ് ആയി. അവരെപ്പോഴും ഇവര് ലവകുശന്മാര് ചൊല്ലുന്ന സമയത്ത് അവര് ആൾക്കാരെല്ലാം ചുറ്റിനും പൊതിയുവായിരുന്നു. അപ്പോ ഒരിക്കല് ലവകുശന്മാര് അവര് രാമായണം ഒരു രാമചന്ദ്രമൂർത്തി അശ്വമേധ യജ്ഞം നടത്തുകയാണ് അയോധ്യയിൽ. അശ്വമേധ യജ്ഞം നടക്കുന്ന സമയത്ത് ഇവര് ആ സ്ഥലത്ത് അവിടെ എത്തിയിട്ട് അവര് രാമായണം ചൊല്ലാൻ തുടങ്ങി. അപ്പൊ ഇത് ഈ രാമായണം കേട്ട് കഴിഞ്ഞ എല്ലാ ആൾക്കാരുടെയും അവരെല്ലാം വളരെയധികം സന്തോഷിച്ചു. അവര് ലവകുശന്മാരോട് പറഞ്ഞു, സൂപ്പർ, നന്നായിട്ടുണ്ട് പറഞ്ഞിട്ട്. അവരാലോചിക്കണം എത്ര മധുരമായിട്ടാണ് ഈ കുട്ടികൾ രാമായണം ചൊല്ലുന്നത്. എത്ര ആൾക്കാർക്ക് കേൾക്കുമ്പോൾ തന്നെ സുഖം. വളരെ മെലോഡിയസ്, സ്വീറ്റ്, പ്ലസന്റ് വോയിസ് ആയിരുന്നു. അങ്ങനെ അവിടെയുള്ളവരെല്ലാരും ഇവരെ പ്രൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ മുനിവര്യന്മാരും അവരെ അങ്ങോട്ടേക്ക് വിളിച്ചിട്ട് അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെല്ലാവരും ഇവരുടെ ഈ രാമായണം കേൾക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവരെല്ലാരും ഈ കുട്ടികൾക്ക് ഓരോ ഗിഫ്റ്റ്സ് കൊടുക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള ഗിഫ്റ്റ്സ് കൊടുക്കാൻ തുടങ്ങി. മഹർഷിമാരല്ലേ. എന്നിട്ട് അവരെല്ലാവരും ഈ കുട്ടികളെ അനുഗ്രഹിക്കാനും തുടങ്ങി. ഒട്ടനവധി അനുഗ്രഹങ്ങൾ തുടങ്ങി. അപ്പൊ അവരെല്ലാം വാൽമീകി മഹർഷിനെ അവര് പ്രൈസ് ചെയ്യാൻ തുടങ്ങി. ഓഹ്, ഇത് സൂപ്പർ ഒരു ഹിസ്റ്ററിയാണ്, വാൽമീകി മഹർഷി ഈസ് സുപ്രീം. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഈ രാമായണം രചിച്ചതെന്ന് പറഞ്ഞിട്ട് അവര് വാൽമീകി മഹർഷിയെയും അവര് ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോ ആ സമയത്താണ് ഭരതൻ അതുവഴി വന്നത്. ഭരതൻ നോക്കിക്കഴിഞ്ഞപ്പോ എല്ലാവരും ഈ കുട്ടികളുടെ അടുത്തിരുന്ന് രാമായണം ശ്രവിക്കുന്നു. അപ്പൊ ഭരതൻ ചോദിച്ചു, ഇത് ആരാണ്? പറഞ്ഞു, ഇത് ലവകുശന്മാരെന്ന് പറഞ്ഞ 2 മുനികുമാരന്മാർ. അവര് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ കഥകൾ പാടുകയാണ്.
അപ്പൊ ഭരതൻ ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തിനെ അറിയിച്ചതാ 2 കുട്ടികൾ അവിടെ അങ്ങയുടെ. ഇപ്പൊ രാമചന്ദ്രമൂർത്തിക്ക് ഇഷ്ടായി. അദ്ദേഹം വിചാരിച്ചു, ഓ എന്നാ കൊണ്ടുവരിക ലവകുശന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അശ്വമേധ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ലക്ഷ്മണനോടും ശത്രുഘ്നോടും ഭരതനോടും അവരെല്ലാരും കേൾക്കാൻ തുടങ്ങി. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ഇത് കഴിയുമ്പോ എല്ലാവരും വിചാരിക്കും, ഓ ഇതെല്ലാം ശരിയാണല്ലോ ഇവര് പറയുന്നത്. ഈ കുട്ടികളെ തന്നെ നോക്കുക. അപ്പോ കുട്ടികൾ തന്നെ അവര് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു എഫൾജൻസ് ഉണ്ട്. ദേവന്മാരെ പോലും വെല്ലുന്ന കാന്തിയാണ് അവർക്കുള്ളത്. അപ്പോ അവരെല്ലാം ഇങ്ങനെ ആലോചിക്കണം. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി എവിടെയായിരിക്കുന്നത്? അദ്ദേഹം ഒരു സ്വർണ സിംഹാസനത്തിലായിരിക്കും. അപ്പൊ അതൊരു സാധാരണ സ്വർണ സിംഹാസനവും ഇല്ല. ദശരഥ മഹാരാജാവ് സ്വർഗലോകത്ത് ചെന്ന് കഴിഞ്ഞപ്പോ സ്വർഗലോകത്ത് നിന്ന് കൊണ്ടുവന്ന സിംഹാസനത്തിലാണ് ശ്രീരാമചന്ദ്രമൂർത്തി ഇരിക്കുന്നത്. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി വീണ്ടും അവരോട് ഈ രാമായണം ചൊല്ലുവാൻ ആവശ്യപ്പെട്ടു. അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ആ രാമായണ കഥകള് വീണ്ടും ചൊല്ലാൻ തുടങ്ങി. അപ്പോ ഈ കഥകൾ കേട്ട് കഴിഞ്ഞപ്പോ ശ്രീരാമചന്ദ്രമൂർത്തിക്കും വളരെയധികം അട്രാക്ഷൻ തോന്നി. തന്റെ കഥയാണെങ്കിലും അദ്ദേഹത്തിനും ഈ അട്രാക്ഷൻ കൂടിക്കൂടുക. കാര്യം തന്റെ സഭയിലുള്ള എല്ലാ ആൾക്കാരും എന്താ പറയണ ഈ രാമായണം കേട്ടിട്ട് എല്ലാവരും സന്തോഷിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ഇവിടെ ഇരുന്ന്, എനിക്കും ആ രാമായണം കേൾക്കുമ്പോ സദസ്സിലിരുന്ന് കേൾക്കണം, എൻജോയ് ചെയ്യണം. കാരണം ആൾക്കാരെല്ലാം എൻജോയ് ചെയ്യണം. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിനെ അടിക്കും, അവരെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ രാമചന്ദ്രമൂർത്തി നോക്കിയപ്പോഴേ എല്ലാവരും എൻജോയ് ചെയ്യുന്നു, എനിക്ക് മാത്രം ആരും ഇല്ല ഇപ്പൊ എൻജോയ് ചെയ്യാൻ. ചുറ്റിനും നോക്കി കഴിഞ്ഞപ്പോ എവിടെ ഇരിക്കണ? വലിയ സിംഹാസനത്തിലായിരിക്കും. ഇപ്പൊ രാമചന്ദ്രമൂർത്തി ആരും അറിയാതെ അദ്ദേഹം സിംഹാസനത്തിൽ നിന്നും താഴേക്ക് വന്നു. താഴേക്ക് വന്നതിന് ശേഷം അദ്ദേഹം തന്റെ പ്രജകളുടെ കൂട്ടത്തിലിരുന്ന് അദ്ദേഹം ഈ കഥ കേൾക്കാൻ തുടങ്ങി. അപ്പോ അദ്ദേഹത്തിന് അത് കൂടുതൽ മധുരമരമായിട്ട് തോന്നി. എന്തുകൊണ്ടാണ്? അപ്പോ ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരേ ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂട്ടത്തിലിരുന്ന് കേൾക്കും. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ അതിന് കൂടുതൽ മധുരം ഉണ്ടാവും. അപ്പൊ ഇതിന് ശേഷമാണ് ഈ രാമായണത്തിന്റെ കഥകള് ചൊല്ലാൻ തുടങ്ങി. അപ്പൊ കഥകള് ചൊല്ലുന്നത് എവിടെ വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? അയോധ്യയെ പറ്റി പറഞ്ഞിട്ടാണ്. അപ്പൊ ആരെല്ലാമായിരുന്നു അയോധ്യയിലെ രാജാക്കന്മാർ? അപ്പൊ അതിനെപ്പറ്റി അവർ വർണ്ണിക്കാൻ തുടങ്ങി. അയോധ്യ എന്ന് പറയുന്ന രാജ്യം എപ്രകാരമായിരുന്നു, അവിടുത്തെ കൊട്ടാരങ്ങൾ, അവിടുത്തെ വസതികൾ, അവിടെ ഏതെല്ലാം തരത്തിലുള്ള വ്യക്തികൾ ഉണ്ടായിരുന്നു, എന്തെല്ലാമായിരുന്നു അവരുടെ ക്വാളിറ്റീസ്. അപ്പൊ ഇതെല്ലാം അവർ വർണ്ണിക്കാൻ തുടങ്ങി. അതിനുശേഷം ദശരഥ മഹാരാജാവ് അയോധ്യ ഭരിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അദ്ദേഹം ഭരിച്ചിരുന്നതെന്ന് പറയാൻ തുടങ്ങി. എന്തെല്ലാമായിരുന്നു ദശരഥ മഹാരാജാവിന്റെ ക്വാളിറ്റീസ്, എത്ര സന്തുഷ്ടരായിരുന്നു അവിടുത്തെ വ്യക്തികൾ. ഇപ്പൊ ഒരു രാജ്യത്തും എപ്പോഴും പുരോഗതിയിലേക്ക് പോകണമെങ്കിൽ, അവിടുത്തെ ആൾക്കാരെ എപ്പോഴും സന്തുഷ്ടരാവണമെങ്കിൽ അവര് ധാർമ്മികമായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കണം, ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. അപ്പോ ധർമ്മം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ അവർക്ക്
ധർമ്മ ഗ്രന്ഥങ്ങളെ പറ്റി അവബോധം ഉണ്ടാവണം. ദേ ഷുഡ് നോ വാട്ട് ആർ ദി സ്ക്രിപ്ചേഴ്സ്. ദേ ഷുഡ് ബി ട്രൂത്ത്ഫുൾ. അവരെല്ലാം സത്യം പറയണവരായിരിക്കണം. അപ്പോ ഇപ്രകാരം ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്രജകള് സന്തുഷ്ടരായിരിക്കും. അവരുടെ ധനത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. ധനസമ്പാദനത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ഒക്കെ നമ്മള് കഥകൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗോവർദ്ധൻ മജുംദാറില് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന് ഒരു മാസം, അത് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ്, വെറും 1860s ഇപ്പൊ നമ്മൾ 2025, 1860s ആ സമയത്തൊക്കെ ഗോവർദ്ധൻ മജുംദാറൊക്കെ അവരൊക്കെ ഒരു ലോക്കൽ ഒരു ലോഡായിരുന്നു. അവര് പോലും അന്നത്തെ കാലത്ത് ടാക്സ് കളക്ട് ചെയ്തിരുന്ന എത്രയോ ലക്ഷം കോയിൻസ് ആയിരുന്നു ഒരു മാസം കളക്ട് ചെയ്തിരുന്നത്. കോയിൻസ്, സ്വർണം, ഗോൾഡൻ കോയിൻസ് ആയിരുന്നു ആ സമയത്ത് പോലും. ദേ ഹാഡ് മന്ത്ലി അറൗണ്ട് 20 lakhs കോയിൻസ് ആയിരുന്നു അവര്, ഗോൾഡ് കോയിൻസ് ആയിരുന്നു അവർ ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തത്. അതില് 12 lakhs 12 ലക്ഷം അവര് നവാബിന് കൊടുക്കും, ബാക്കി 8 lakhs അവർക്കുള്ളതാണ്. സോ പണ്ട് വി വെർ വെൽത്തി. എന്തുകൊണ്ടാണ്? നമ്മള് വി ഫോളോഡ് സ്ക്രിപ്ചേഴ്സ്. എല്ലാവരും സ്കൂളിൽ പോയി പഠിക്കുകയല്ലായിരുന്നു. നമ്മുടെ സ്ക്രിപ്ചേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ട്. സ്ക്രിപ്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്ക്രിപ്ചേഴ്സ് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യും, അതിന് ഇൻഫോർമേഷൻ അല്ല. അങ്ങനെ സ്ക്രിപ്ചേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ധർമ്മഗ്രന്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളും ധർമ്മിഷ്ഠരാകും, ജനങ്ങളും ധർമ്മിഷ്ഠരാകും. ദിസ് ഈസ് ഇറ്റ്. അയോധ്യയിലെ ആ സമയത്ത്, കാര്യം പീപ്പിൾ വെർ ലേണഡ് ആയതുകൊണ്ട് അവിടെ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. ഹി വാസ് nobody was greedy, nobody was uneducated in Ayodhya. ഒരു സിംഗിൾ പേഴ്സൺ പോലും ഇല്ലായിരുന്നു ഗ്രീഡി. There was no person who was not devoted to Vedic dharma. എല്ലാവരും ധാർമ്മികരാണ്. സോ ധാർമ്മികരായതുകൊണ്ട് they were all like rishis, and everyone was actually very very wealthy. രാമായണത്തിൽ പറയുന്നുണ്ട്, സിൻസ് they were dharmishta, they were wealthy, they were happy. രാമായണത്തിൽ പറയണെന്നറിയാവോ? ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു അയോധ്യയിൽ who was having very little happiness. എല്ലാ ജനങ്ങളും they used to wear a crown, golden crown and a garland. Okay, so ആൾക്കാരെല്ലാവരും they were all wealthy and happy. പക്ഷെ അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിരുന്നു? എല്ലാവരും they have conquered their minds and they used to do sacrifice every day. അപ്പോ അവരുടെ കർത്തവ്യങ്ങളിൽ they were engaged and they were always reciting mantras and giving charity. സോ ദശരഥ മഹാരാജാവ് അയോധ്യ ഭരിച്ചിരിക്കുന്ന സമയത്ത് ഇതായിരുന്നു അയോധ്യയിലെ ജനങ്ങളുടെ സ്ഥിതി. ഒരു വ്യക്തിക്ക് പോലും ഡിസ്റ്റർബ്ഡ് മൈൻഡ്സ് ഇല്ലായിരുന്നു. എവറി വൺ വാസ് ഹാപ്പി. അവിടെ ഹാപ്പിനെസ് ഇല്ലാത്ത വ്യക്തികൾ ആരാണെന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സിന് മാത്രമേ ഹാപ്പിനെസ് ഇല്ലായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു പേഷ്യൻസും ഇല്ല അവർക്ക്.
അവരുടെ വീടുകളിൽ they didn't have lock system. കാരണം ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആരും വന്ന് ഒന്നും അപഹരിക്കില്ല. സോ ബെസ്റ്റ് ഓഫ് ദി സിറ്റീസ്, നമ്മൾ പറയത്തില്ല അയോധ്യ രാമരാജ്യം, ഇതാണ് രാമരാജ്യം. ക്ഷത്രിയന്മാര് ബ്രാഹ്മണന്മാരെ ലീഡേഴ്സ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തു. വൈശ്യാസ് ക്ഷത്രിയന്മാരെ അനുസരിച്ചു. ശൂദ്രരോ അവര് ഈ 3 വർണ്ണങ്ങളെയും ഡിസേർവ്. ഓക്കെ, സോ ഇത് എന്നാലും ദേ ഹാഡ് ഗുഡ് ആർമി, നല്ല ആർമി. ദേ ഹാഡ് എക്സലന്റ് ഹോഴ്സസ്, ദേ ഹാഡ് എലഫൻസ്. ചില എലഫൻസ് ലൈക്ക് മൗണ്ടൻസ് പോലെ ഇരിക്കും, അല്ലെങ്കിൽ ഹിൽസ് പോലെ ഇരിക്കും. ബട്ട് ദേ പ്രൊട്ടക്റ്റഡ് ദർ സിറ്റി. ആൻഡ് he stayed. ആരാണ് ദശരഥ മഹാരാജാവ് റൂൾഡ് എർത്ത് എന്നാ പറയുന്നത്. അപ്പോ ഇതായിരുന്നു ദശരഥ മഹാരാജാവിന്റെ അയോധ്യ. പക്ഷെ ദശരഥ മഹാരാജ ഇതെല്ലാം ചെയ്യുന്ന ഒറ്റയ്ക്കല്ല. ആരായിരുന്നു ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്? ബിക്കോസ് ഹി ഹാഡ് വെരി ഗുഡ് മിനിസ്റ്റേഴ്സ്. അപ്പോ രാജാവ് when they are ruling, ഒന്ന് രാജാവ് ധർമ്മിഷ്ഠനാണ്. He knows entire scriptures. ധർമ്മം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇറ്റ് വാസ് നോട്ട് വിംസിക്കൽ. പക്ഷെ അതുകൂടാതെ അദ്ദേഹത്തിന് ആരുണ്ടായിരുന്നു? അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. 8 മിനിസ്റ്റേഴ്സ്, 8 അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. ദൃഷ്ടി, ജയന്ത, വിജയ, സിദ്ധാർത്ഥ, മന്ത്രപാല. പക്ഷെ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഓൾഡസ്റ്റ് പേഴ്സൺ ആരായിരുന്നു അഡ്വൈസറിൽ? സുമന്ത്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടാതെ അദ്ദേഹത്തിന് 2 സേജസ്, 2 സേജസിനും അദ്ദേഹത്തിന് ഓൾവേസ് അസിസ്റ്റഡ്. ദ ബെസ്റ്റ് ഓഫ് ദി സേജ് വസിഷ്ഠ, അതേപോലെ വാമദേവ. ഈ 8 മിനിസ്റ്റേഴ്സ് കൂടാതെ ഹി വാസ് അഡ്വൈസ്ഡ് ബൈ ആരൊക്കെയാണ്? വസിഷ്ഠ ആൻഡ് വാമന, വാമദേവ. അപ്പോ ഇവരെല്ലാവരും they were always attentive. രാജാവിനെയും പ്രജകളുടെയും അവരുടെ എന്താണ് ഹിതത്തിനും വേണ്ടിയായിരുന്നു ഇവരെപ്പോഴും നിലകൊണ്ടത്. പ്രഭാത പറയാറുണ്ടായിരുന്നു, സത്യം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Because the ministers were always truthful. They were always clean. അവര് ആ രാജ്യത്ത് ഒരു വ്യക്തി പോലും ലൈസ്, കള്ളങ്ങൾ പറയത്തില്ല. They were always free from any immoral acts. അധർമ്മം അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോ ഇങ്ങനെയെല്ലാം ഈ രാജ്യത്തുണ്ടായിരുന്നെങ്കിലും ദശരഥൻ വാസ് നോട്ട് ഹാപ്പി. അപ്പൊ ഭൗതിക പ്രപഞ്ചത്തില് ഉള്ള ഒരു അവസ്ഥ ഇതാണ്. എന്താണ്? എല്ലാം ഉണ്ടെങ്കിലും ഭൗതിക പ്രപഞ്ചത്തില് സ്റ്റിൽ യു വിൽ ഹാവ് വൺ പ്രോബ്ലം. ദശരഥ മഹാരാജാവിനും ഒന്ന് ആലോചിക്കേ, ഹി ഹാഡ് 3 പ്രിൻസിപ്പൽ ക്വീൻസ്. he has around 360 other wives also. 360 അത് പത്നിമാരുണ്ടായിരുന്നു. നല്ല പ്രജകൾ ഉണ്ടായിരുന്നു, മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ he was still not happy. Dasharatha was worried. എന്തായിരുന്നു ദശരഥന്റെ worry? What could be his worry? എന്തായിരിക്കും ദശരഥ മഹാരാജാവിന്റെ worry?
he didn't have sons. അവർക്ക് അദ്ദേഹത്തിന് പുത്രന്മാരില്ലായിരുന്നു. So his worry was, ഇനി എന്റെ കാലശേഷം, ആഫ്റ്റർ ഐ ലീവ്, ആരാണ് ഈ അയോധ്യ ഭരിക്കുന്നത്? So this was his worry. അപ്പോ he decided, അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത്, ഓക്കെ, ലെറ്റ് മീ കണ്ടക്ട് അശ്വമേധ യജ്ഞം. അപ്പൊ അശ്വമേധ യജ്ഞം നടത്താനായിട്ട് ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നു. അദ്ദേഹം വസിഷ്ഠനോടും തന്റെ മിനിസ്റ്റേഴ്സോടും ചോദിക്കുന്നു, അവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ സേജസ് ഒക്കെ വന്ന് വസിഷ്ഠൻ അനുഗ്രഹിച്ചു. അദ്ദേഹം മിനിസ്റ്റേഴ്സോട് പറയും, ഓക്കെ, നമുക്ക് അശ്വമേധ യജ്ഞം നടത്താം. നമ്മൾ അതിനുള്ള പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് അശ്വമേധ യജ്ഞം നടത്താനായിട്ടുള്ള അദ്ദേഹം ഓർഡർ നൽകി. അപ്പൊ ഇത് കൊടുത്തതിന് ശേഷം സുമന്ത്രര് ഇദ്ദേഹത്തിനോട് പറയും, പണ്ട് സുമന്ത്രര് പറയും, മഹാരാജ്, ഐ വോണ്ട് ടു സ്പീക്ക് ടു യു ഇൻ പ്രൈവറ്റ്. പണ്ട് സനത് കുമാരന്മാര് അവര് ദശരഥൻ ചെറുതായിരുന്ന സമയത്ത് ഇവിടെ എത്തി. സനത് കുമാരന്മാര് പറഞ്ഞു, ദശരഥ മഹാരാജാവിന് അദ്ദേഹം ഒരു യജ്ഞം നടത്തും. പക്ഷേ ഋഷ്യശൃംഖൻ വന്നിട്ട് പുത്രകാമേഷ്ടി യജ്ഞം നടത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കും. അങ്ങനെ അദ്ദേഹത്തിന് കുട്ടികൾ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് സനത് കുമാരൻ വന്ന് പറഞ്ഞത് സുമന്ത്രർ ഓർമ്മിക്കും. അപ്പൊ സുമന്ത്രർ വന്നിട്ട് രാജാവിനോട് പറയും, ദിസ് ഹാപ്പൻഡ്. അങ്ങനെ വി നോ ഹൗ ഋഷ്യശൃംഖ കേം, അല്ലെ? രോമപാത മഹർഷിയുടെ ഋഷ്യശൃംഖൻ വന്നതും ഋഷ്യശൃംഖൻ കാൽക്കുലേറ്റ് ചെയ്യും, ഇറ്റ് ഇസ് ഓക്കെ, ഐ വിൽ ഡു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിഭാണ്ഡകപുത്രനായ ഋഷ്യശൃംഖൻ വന്നിച്ച് പുത്രകാമേഷ്ടി യജ്ഞം നടത്തുന്നതും, പുത്രകാമേഷ്ടി യജ്ഞം നടത്തുന്ന സമയത്ത് ഫൈനലി എന്ത് സംഭവിക്കും? ദ ഗോൾഡൻ പോട്ട്, ആ ഒരു സ്പെഷ്യൽ പോട്ടില് പായസം കംസ്. അപ്പൊ ഈ പോട്ട് ഇറ്റ് വാസ് ഹ്യൂജ്, വളരെ ഒരു ജൈജാന്റിക് പോട്ടായിരുന്നു. അപ്പൊ ഈ പോട്ട് വാങ്ങിച്ചാല് അയോധ്യ മുഴുവനും പായസത്തിൽ മുങ്ങി. സോ എങ്ങനെ പോട്ട് വാങ്ങിക്കാന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. So Rishyashrinkan touches and makes it small, and then Dasharatha Maharaja accepts it. അപ്പൊ നമ്മള് നേരത്തെ മനസ്സിലാക്കി, ആ സാക്രിഫൈസ് കഴിഞ്ഞപ്പോ ദശരഥ മഹാരാജാവിന് ഈ പായസം തന്റെ പത്നിമാർക്ക് കൊടുത്തതിന് ശേഷം ഹൗ 4 കുമാരാസ് were born. ആരൊക്കെ ജനിച്ചു? രാമചന്ദ്രമൂർത്തി, ആഫ്റ്റർ രാമചന്ദ്രമൂർത്തി ഭരത, then ലക്ഷ്മണ ആൻഡ് ലാസ്റ്റ് ശത്രുഘ്ന. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവരെ പറ്റി എല്ലാം സംസാരിച്ചിരുന്നു, അല്ലെ? അവരുടെ സോ ഇങ്ങനെ 4 പുത്രന്മാരാണ് ജനിക്കുന്നത്. സോ ബാല്യലീല എന്ന് രാമായണത്തിൽ പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ, ഇറ്റ്സ് വെരി ലിറ്റിൽ. അപ്പൊ നേരത്തെ നമ്മൾ മനസ്സിലാക്കി, ദശരഥ മഹാരാജാവ് തന്റെ പുത്രന്മാരെ വസിഷ്ഠനെ ഏൽപ്പിക്കുന്നതൊക്കെ, അല്ലെ? വസിഷ്ഠനെ ഏൽപ്പിച്ചിട്ട് വസിഷ്ഠൻ അവരെ നമസ്കരിച്ചിട്ട് വസിഷ്ഠ മഹർഷി പറയും, ഓക്കെ, ബൈ യുവർ ബ്ലെസ്സിങ്സ് ഐ വിൽ സ്റ്റാർട്ട് ഇംപാർട്ടിങ് എഡ്യൂക്കേഷൻ. ശരിക്കും ശ്രീരാമചന്ദ്രമൂർത്തിക്കും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ദേ നോ എവ്രിതിങ്. ഈവൻ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ശ്രീരാമചന്ദ്രമൂർത്തിയും ലക്ഷ്മണനും എല്ലാം ഇരിക്കുന്ന സമയത്ത് ശ്രീരാമചന്ദ്രമൂർത്തിനെ ധനുർവേദം പഠിപ്പിക്കാനിരിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഒരു സ്ത്രീ തലയില് പാലോ തൈരോ ആയിട്ട് ഇങ്ങനെ പോകുന്ന കാണാം. ഇപ്പൊ ലക്ഷ്മണനും ശ്രീരാമചന്ദ്രമൂർത്തിയും കൂടി അവരെ നോക്കിയിട്ട് പറയും, ലക്ഷ്മണൻ പറയും, ബ്രദർ, അങ്ങ് നോക്കിയേ, ആ സ്ത്രീയുടെ നോസ് റിങ് ഇത്തിരി വലുതല്ലേ എന്ന് പറയും. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി പറയും, ഇപ്പൊ വസിഷ്ഠൻ ആ സമയത്ത് അപ്പുറത്തേക്ക് മാറിയിരിക്കുക.
അപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി പറയും ഓക്കെ ദെൻ വി വിൽ മേക്ക് ഇറ്റ് സ്മോൾ. അപ്പോ ലക്ഷ്മണൻ ഉടനെ ഒരു അസ്ത്രം ചെയ്തിട്ട് ആ നോസ് റിങ്, അപ്പൊ ഇവരെ ടച്ച് ചെയ്തില്ല അത്ര, ഈ സ്ത്രീയെ ടച്ച് ചെയ്യാതെ തന്നെ ലക്ഷ്മണൻ ആ സ്ത്രീയുടെ ആ മൂക്കുത്തി, ആ റിങ് വളരെ വലുതായതുകൊണ്ട് അത് ചെറുതാക്കും. അപ്പൊ ഈ സ്ത്രീക്ക് മനസ്സിലാവില്ല എന്താ സംഭവിച്ചത്. പെട്ടെന്ന് തന്റെ നോസ് റിങ് ചെറുതായി. ഷീസ് ഹാവിങ് പെയിൻ. അപ്പൊ ഇത് കണ്ടപ്പോ ശ്രീരാമചന്ദ്രമൂർത്തി ഒരു അസ്ത്രം ചെയ്തിട്ട് ആ നോസ് റിങ് അവരുടെ മൂക്കിൽ നിന്ന് മാറ്റും വിത്തൗട്ട് ടച്ചിങ് ഹെർ. Oh, she's like, she becomes surprised. Oh, what happens? My nose ring. കരയാൻ തുടങ്ങിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ അടുത്ത ഒരു അസ്ത്രം അയച്ചിട്ട് brings that nose ring back to her nose. And she was wondering what is happening. എന്റെ നോസ് റിങ് പെട്ടെന്ന് ചെറുതായി പെട്ടെന്ന് പുറത്തുപോയി വീണ്ടും തിരിച്ചു വന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? ഓ, ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണൻ they were having fun and their education didn't start. So it shows that അവർക്ക് എഡ്യൂക്കേഷന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം they knew everything. അവര് കംപ്ലീറ്റ്ലി നോളജബിൾ ആയിരുന്നു. സ്റ്റിൽ ആസ് എ മാറ്റർ ഓഫ് ഡ്യൂട്ടി ടു ഷോ, എസ്പെഷ്യലി ബാക്കിയുള്ളവർക്ക് കൂടി ഒരു പാഠം അവർക്ക് നൽകാനായിട്ട് they accepted Vasishta as their guru. സോ ശ്രീരാമചന്ദ്രമൂർത്തിയും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ബ്രദേഴ്സും they accepted Guru and they again started learning. So അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, we should also follow, we should also study. നമുക്ക് പറയാൻ പറ്റില്ലേ, ആഫ്റ്റർ ഓൾ ഇതെല്ലാം ട്രാഷ് ആണ്, I don't want to study on this thing. But still this is a matter of duty. നമ്മളും സ്റ്റഡീസ് നടത്തണം. Okay, so studies are important. അപ്പൊ കുട്ടികളാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡീസ് വി ക്യാൻ സ്റ്റഡി ആൻഡ് ഗെറ്റ് ബെനിഫിറ്റ്. നമ്മളും പഠിക്കുന്നത് വി ക്യാൻ ഡു ദാറ്റ് ആസ് എന്താ പറയണ, ആസ് എ സർവീസ് ടു കൃഷ്ണ. യു ക്യാൻ ഓൾസോ സ്റ്റഡി ആൻഡ് മേക്ക് കൃഷ്ണ happy. Krishna, I am doing it for you. And then you will study. കാരണം ഇന്ന് ആൾക്കാര് they don't respect people who are not having knowledge. So knowledge is important. എന്തുകൊണ്ടാണ്? ഒന്ന്, ആസ് എ preacher knowledge is important, and then teach others. മറ്റുള്ളവരെ പഠിപ്പിക്കാനാണെങ്കിലും we need knowledge. So as students അല്ലെങ്കിൽ യൂത്ത്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, you can also study for Krishna. Hare Krishna. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, or you want to add something, or else we will wind. No doubt. Hare Krishna. Thank you so much. Thank you, Prabhu. Thank you so much, Prabhu. Hare Krishna. कृपा सिंधु पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. श्रील गुरुदेव की जय. बहुत प्रेमानंद. हरे कृष्णा. Thank you so much. Bye. Thank you so much, Prabhu. Hare Krishna. Okay.